തിരുവനന്തപുരത്ത് 2 മാസം മുൻപ് വരെ സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസായി പ്രവർത്തിച്ചിരുന്ന എ.കെ.ജി സെന്റർ, ഇപ്പോൾ എ.കെ.ജി പഠന ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ആ സ്ഥാപനം അല്ലേ, അതിപ്പോൾ ഗവർണറിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട്. ഒരു ഗവർണർ പിണറായി പോര് കൂടുതൽ രൂക്ഷമാവുകയാണോ? ഈ എ.കെ.ജി പഠന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരിടമാണ്. പ്രത്യേകിച്ച് CPM-കാരാ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ എ.കെ.ജി കേന്ദ്രം വളരെ സജീവമായി. ഇപ്പോൾ ഈ എ.കെ.ജി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ മുഴുവൻ ഇപ്പോൾ എ.കെ.ജി സെൻറ്ററാണ്. നമ്മുടെ കേരള സർവകലാശാലയോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതാണ് ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇപ്പോൾ പുതിയ എ.കെ.ജി സെൻറ്റർ തുടങ്ങി. അപ്പോൾ പഴയത് എ.കെ.ജി പഠന കേന്ദ്രം എന്നുള്ള രീതിയിൽ അവിടെ ആർക്കും ചെല്ലാം എന്ന് അവിടെ വലിയ ലൈബ്രറിയൊക്കെയാണ്. അതിൽ അവിടെ ഇരുന്ന് ഇത് ചെയ്യാം, റെഫറൻസ് വായിക്കാം. പിന്നെ ഗവേഷകർ ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെന്ന് അത് പ്രയോജനപ്പെടുത്താം. പക്ഷേ എല്ലാവരും അത്ര പെട്ടെന്ന് അങ്ങോട്ട് കയറത്തില്ല. കാരണം ഇത് CPM-ന്റെ പാർട്ടി ഓഫീസ് പോലെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങോട്ട് അങ്ങ് ഇപ്പം നമ്മളൊരു പബ്ലിക് ലൈബ്രറിയിലൊക്കെ ചെന്ന് കയറുന്നത് പോലെ അങ്ങ് കയറാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം CPM-ന്റെ ചില ധാർഷ്ട്യവും അവരുടെ ചില ഹുങ്കും ഒക്കെ അവിടെ ഫ്രണ്ടിലിരിക്കുന്നവരും അകത്തുള്ളവരും കാണിക്കും. അതുകൊണ്ട് അതിന് തൊട്ടപ്പുറത്ത് 2 ലൈബ്രറികളുണ്ട്. യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കയറിയാൽ പിന്നെ ഏത് തരത്തിലുള്ള പുസ്തകങ്ങളായിരിക്കും കൂടുതലെന്ന് നമുക്ക് അറിയാം. അല്ലാതെ ഇപ്പം ഈ ഭാരതീയ പിന്നെ ചില സംഹിത അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ആചാരരീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുള്ള ഒരു റഫറൻസിന് അവിടെ കയറിയിട്ട് കാര്യമില്ല. പിന്നെ ആ ഗവേഷണ കേന്ദ്രവും പഠന കേന്ദ്രവും ഒക്കെ നന്നായി ഉപയോഗിച്ച ഒരാളാണ് പി. ഗോവിന്ദപിള്ള. പിന്നെ പാർട്ടിയുടെ ഒരു സൈദ്ധാന്തിക ആചാര്യൻ കൂടിയാണ്. ഇത് വളരെ കുറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ സർവകലാശാലയോട് ചേർന്ന് ഒരു റോഡും ഒരു മതിലിനും അപ്പുറത്ത് ചേർന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഇരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഈ എ.കെ.ജി സെൻറ്ററിൻ്റെ ആ സൈഡിലുള്ള മതിലിനോട് ഈ യൂണിവേഴ്സിറ്റി കോളേജിന് അവിടെ ഒരു ചെറിയ ഗേറ്റും ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ അത് SFIക്കാർ ഇട്ടതാണെന്ന്. കാരണം ആ കോളേജിനകത്ത് അടി ഉണ്ടാകുമ്പം അടി വളരെ രൂക്ഷമാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ പോലീസുകാർ തല്ലി ഓടിച്ച് കഴിയുമ്പോൾ എ.കെ.ജി സെൻറ്ററിൽ വന്ന് കയറിയിരിക്കാം. അങ്ങനെയുള്ള സൗകര്യത്തിന് വേണ്ടി അണ്ടർപാസൊന്നുമില്ല. അതും കൂടി ഉണ്ടാക്കിയിടുമോയെന്ന് അറിയത്തില്ല. അപ്പം ഇതിനെക്കുറിച്ച് ഈ എ.കെ.ജി പഠന കേന്ദ്രം കേരള യൂണിവേഴ്സിറ്റിയുടെ ഭൂമി കയ്യേറിയെന്നാണ് പരാതി വന്നിരിക്കുന്നത്. അതിപ്പോൾ എത്തിച്ചിരിക്കുന്ന ആരോട്? ഗവർണറുടെ അടുക്കൽ എത്തിച്ചിരിക്കുകയാണ്. ചാൻസലറായ ഗവർണർ അത് VC-യോടെ വിശദീകരണവും തേടിയിരിക്കുകയാണ്. ഗവർണറാണെങ്കിൽ നോക്കിയിരിക്കുകയാണ് ഇവർക്കെതിരെ അടിക്കാൻ പറ്റി എന്തുണ്ടെന്നുള്ളത്. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട കയ്യേറ്റത്തെക്കുറിച്ച് ഇന്നലെ ഇതിന് വർഷങ്ങളായി തന്നെ ഈ പരാമർശമുണ്ടല്ലോ. ഇവർ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചാണ് അവിടെ മുന്നോട്ട് പോകുന്നതെന്നൊരു വിമർശനവും ഉണ്ടല്ലോ. ആന്നു. ഇപ്പം ഈ എ.കെ.ജി പഠന കേന്ദ്രത്തിന് അനുവദിച്ചത് 15 സെന്റാണ്. സർവകലാശാലയുടെ 55 സെന്ററിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. ഈ സേവ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണ് R.S. ശശികുമാർ, M. ഷാജിർ ഖാൻ, ഇവരൊക്കെ. ഇവർ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതാണ്. 15 സെൻറ്റ് ഇവരുടെ കൈവശമുള്ളൂ. ബാക്കി സർവകലാശാലയുടെ 55 സെൻറ്റാണ്. സർവകലാശാല എന്ന് പറയുന്നത് ഇത് ഒരു മതിലാണ്. അത്രയുള്ള വ്യത്യാസം. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. MLA ക്വാർട്ടേഴ്സ്, കൈരളി ചാനൽ, കേരള സർവകലാശാല, പിന്നെ എ.കെ.ജി പഠന ഗവേഷണ കേന്ദ്രം, തൊട്ടപ്പുറത്ത് കുറച്ച് മുന്നോട്ട് പോയി വഞ്ചിയൂർ കോടതിയുമായി ഇവിടുന്ന് അങ്ങോട്ട് കോടതിയിലോട്ടും പോകാം. പിന്നെ നേരെ എതിർവശത്ത് ചിന്തയുടെ അവരുടെ ഫ്ലാറ്റുകൾ, പോളിറ്റ് ബ്യൂറോ വരുന്ന ഉടനെ താമസിക്കാനുള്ള സൗകര്യം,
പിന്നെ ഇതുകൂടാതെ വിളപ്പിൽ ശാലയിലെ EMS അക്കാദമിയുണ്ട്. അവിടെ ആണ് ഇവർക്ക് ഒക്കെ വലിയ ക്ലാസ് ഒക്കെ കൊടുക്കുന്നത്, വലിയ താത്വിക അവലോകനമൊക്കെ നടത്തുന്നത്. കാര്യങ്ങളിലൊക്കെ അവർ പിന്നെ നമ്മൾ മറ്റു പാർട്ടിക്കാരെ പോലൊന്നുമല്ല കേട്ടോ. ഈ വക കാര്യങ്ങൾ വളരെ കൃത്യതയാണ്, അതിൻ്റെ രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യുകയും ഉണ്ടാകും. ഇതിനിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് ഭരണമില്ലെങ്കിൽ പോലും ഈ AKG പഠന കേന്ദ്രവും AKG സെൻറ്ററും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഓഫീസ് ഒന്ന് ചെന്ന് നോക്കാം. ഇന്ദിരാഭവൻ വെള്ളയമ്പലത്താണ്. ആളുമില്ല, ആരുമില്ല, ഒരുമാതിരി ശ്മശാനമൊക്കെ എത്രയോ ഭേദമാണ് അറിയാം. പക്ഷേ ഇനിയിപ്പോൾ നോക്കി അധികാരത്തിലോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുമ്പിൽ ആളും പേരും ഒക്കെയാണ്. ഈ ഫലമുള്ളപ്പോൾ വൃക്ഷത്തിൽ കിളികൾ ധാരാളം വരുമെന്ന് പറഞ്ഞതുപോലെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവൻ ഓഫീസിനകത്ത്, അതായത് KPCC ഓഫീസിൽ. അപ്പം ഇത് ഈ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കെയാണ് ഈ 1977 ഓഗസ്റ്റ് 20-നാണ് AKG സെൻറ്ററിന് സ്ഥലം അനുവദിച്ചതെന്ന് പറയുന്നു. ഇവർ കയ്യേറി 55 സെൻറ്റ്. അപ്പം ഇതിൻ്റെ ഫയൽ പിന്നീട് സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നൊരു ആക്ഷേപവും പരാതിയും ഒക്കെ നിൽക്കുന്നു. അതാണിപ്പോൾ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥലം സർക്കാർ പുറമ്പോക്കായി വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഞ്ചിയൂർ വില്ലേജ് ഓഫീസാണ് പരിധിയിലാണ് ഇത് വരുന്നത്. കോർപ്പറേഷൻ വർഷങ്ങളായി CPM ഭരണത്തിലായതിനാൽ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് കെട്ടിട നിർമ്മാണ അനുമതിയും നമ്പറും നൽകിയെന്ന പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ ഇതിനകത്ത് ചട്ടങ്ങളൊക്കെ മറികടക്കാൻ എളുപ്പവുമാണ്. അപ്പോൾ ഈ തരത്തിൽ അതുപോലെ ശ്രീധരമേനോൻ രചിച്ച സർവകലാശാലയുടെ ചരിത്രത്തിൽ AKG സെൻറ്ററിന് 15 സെൻറ്ററാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പരാതിക്കാർ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ശ്രീധരമേനോനുണ്ട്, ചരിത്രകാരൻ. അദ്ദേഹം കേരള സർവകലാശാലയുടെ മുൻ രജിസ്ട്രാറുമായിരുന്നു. അദ്ദേഹം രചിച്ചതാണ് സർവകലാശാലയുടെ ചരിത്രത്തിലാണ് പറയുന്നത്. സർവകലാശാലയുടെ ചരിത്രം 15 സെന്റ് അനുവദിച്ചു. ഇപ്പോൾ അളന്നു നോക്കുമ്പോൾ 55 സെന്റ് ഉണ്ട്. കയ്യേറിയതില്ല. ആരോടാ ചോദിക്കുന്നത്? VC ഒന്ന് ഇപ്പുറത്ത് ചോദിക്കൂ. ഈ VCയെ വെച്ചിരിക്കുന്നത് ആരാ? ഇവരാണ്. പിന്നെ ആരാ ചോദിക്കുന്നത്? ഇനിയും വേണമെന്ന് വിചാരിച്ചാൽ ഇനിയും കയ്യേറും. എനിക്കൊരു സംശയമുണ്ട്, ഈ AKG സെൻറ്ററിൽ കറണ്ട് ചാർജ് അടയ്ക്കുന്നു. കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്ന AKG സെൻറ്ററിൻ്റെ ഫ്യൂസ് വരുമോ? അത് പിന്നെ വഞ്ചിയൂർ സെക്ഷനിലാണ് വരുന്നതെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചിലപ്പോൾ അവിടെ അന്വേഷിക്കുമായിരിക്കും. ചിലപ്പോൾ വിവരാവകാശ ഇതനുസരിച്ച് പിന്നെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതാണ് AKG സെൻറ്റർ കറണ്ട് ചാർജ് അടയ്ക്കാറുണ്ടോ എന്നുള്ളത്. അപ്പം എന്തായാലും ഇവർ ഇത് കയ്യേറി എന്നുള്ളത് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ AK ആൻ്റണി ഇവരോട് വലിയ ഔദാര്യം, ഒരു കാലത്ത് ഇത് വലിയ വാർത്തയായിരുന്നതാണ് കേട്ടോ. UDF ഭരിക്കുന്ന കാലത്ത് വലിയ വാർത്തയായി. എന്തോ പ്രശ്നം ഉണ്ടായ സമയത്താണ്. അന്ന് ഇതിനെക്കുറിച്ച് പിന്നെ AK ആൻ്റണിയുടെ മേലൊക്കെ പലരും കുതിര കയറുകയൊക്കെ ചെയ്തു. ഈ 15 സെൻറ്റ് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം പറ്റിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. AK ആൻ്റണി പിന്നെ CPM-നോട് ചില അവരുടെ EMS-നോടും ഒക്കെ ഒരു വലിയ സൗഹാർദ്ദത്തോടു കൂടി നിന്നിട്ടുള്ള ആളാണ്. കോൺഗ്രസ് അയ്യോ കുറച്ചുനാള് LDF-നോടൊപ്പം നിന്നിട്ടുള്ളതാണ്. അല്ലാതെ അദ്ദേഹത്തിന് AK ആൻ്റണിക്ക് EMS-നോടും അങ്ങനെ വലിയൊരു, പിന്നെ ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് AKGയുടെ പേരിലാണ്. പാവങ്ങളുടെ പടത്തലവനായ AKG, അദ്ദേഹത്തിന് അവസാന കാലത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഒരു സ്കൂള് പണിയണം, അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് ഈ ഒരു പഠന ഗവേഷണ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇതിൻ്റെ ഉപയോഗം എല്ലാവർക്കും ലഭ്യമാണ് എന്നുള്ളത് ഇവർ പൊതുജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്തണം. കാരണം ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് സമീപിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കയ്യേറിയത് തന്നെയാണ്. ഇനി അത് ഇപ്പോൾ ഗവർണർക്കൊരു പുതിയ ആയുധം കൂടെ കിട്ടിയിരിക്കുകയാണ്. വേണമെന്ന് വിചാരിച്ചാൽ AKG സെൻറ്റർ ചിലപ്പോൾ ജപ്തി ചെയ്യുകയും ആവാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.